ജീവിതത്തിൽ തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അനസഈമുൻ ബിബൈതിൻ ഫീ വസതിൽ ജന്നാ ലിമൻ തറകൽ കദിബ വഇൻ കാന മാസിയാ. തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആരെങ്കിലും ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് കൊണ്ട് ജാമ്യം നിൽക്കുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കടുവാപ്പള്ളിയിൽ ഒരു 2 നില വീടല്ല, കടുവാപ്പള്ളിയിൽ ഒരു 2 നില വീടല്ല, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നമ്മളാണെങ്കിൽ കള്ളം പറയുന്നതൊക്കെ പോട്ട് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. നിങ്ങളുടെ ഈ അടുത്ത പ്രദേശത്ത് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവൻ തിരിച്ചു വന്നു. ഇവൻ തിരിച്ചു വന്നതിന് ശേഷം ഈ പെണ്ണിന്റെ മാമ ഇവനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ആറ്റിങ്ങലിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല, അവിടെ പോയിട്ട് ഫസ്റ്റ് കണ്ട ബേക്കറിയിൽ കയറി ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് അവിടെ നിസ്കരിക്കുന്ന ഒരു വാപ്പുണ്ട്. ആ വാപ്പാനോട് ചോദിച്ചു, ഈ പയ്യന്റെ സ്വഭാവം എങ്ങനെ? ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ സ്വഭാവം എന്താന്ന് വെച്ചപ്പോ ഈ വാപ്പ പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം, അതവൻ അറിയണം. കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്നവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഈ കടയൊക്കെ തല്ലിപ്പൊട്ടിക്കണം. എന്തിനാ ഒരു മുസ്ലിമായി ചെറുപ്പക്കാരനെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറയണം? അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി അന്വേഷിക്കാൻ. ഇനി ഈ ചങ്ങാതി എന്തെങ്കിലും പറയണം. അവൻ കള്ളു കുടിക്കുന്നവനാണ്, അവന്റെ കൂടെ നടക്കുന്നവർ കഞ്ചാവ് അടിക്കുന്നവൻ, വീട് കയറി അടിക്കുന്നവനാ. ഇതും കൂടെ പറഞ്ഞിട്ടാ പറയണേ. ഒന്നുമില്ല, നമ്മളും അങ്ങനെ തന്നെ ഇരുന്നങ്ങോട്ട് പറഞ്ഞിട്ട് അവസാനം പറയും, എന്തിനാ പച്ചയിറച്ചി തിന്നുന്നത്? പിന്നെ പെങ്ങന്മാർക്കാണെങ്കിൽ സഹോദരിമാർക്കാണെങ്കിൽ പിന്നെ കേരള സർക്കാർ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് ഈ റോഡൊക്കെ ചെത്താൻ പോണൊരു ജോലിയുണ്ട്. ഇവിടെ കടുവാപ്പള്ളിക്കാര് പോകുന്നുണ്ടെന്ന് അറിയില്ല, ഉണ്ടോ? ഇവിടെ ഉണ്ടില്ലേ? അത് താത്താന്മാർ അങ്ങോട്ട് പോകും. ഒരു ദിവസം 5 മരം റെഡിയാക്കിയാൽ മതി, 1 മണിക്കൂർ കൊണ്ട് തീരും. പക്ഷെ രാവിലെ ഒരു 8 മണിക്ക് പൊക്കഴിഞ്ഞാൽ 2 മരത്തിന്റെ ചുവട് ചുട്ടിയിട്ട് അങ്ങോട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ദിക്റും ദുആയും അങ്ങോട്ട് തുറന്നു. എല്ലാവരും പിന്നെ സലാത്തുകളൊക്കെ പറഞ്ഞോട്ട് അങ്ങോട്ടിരിക്കും. 10-11 മണിയാകുമ്പോ അമീർ വന്ന് പറയും, മതി പോകാം. എഴുന്നേറ്റ് വീട്ടിൽ പോകും, ചോറ് കഴിക്കും, വീണ്ടും വന്നിട്ട് 2 മരം പിന്നെയും ദിക്റും ദുആയും. അവിടെ ഇരുന്ന് 5 മണി വരെ ഇരിക്കണം. ഇരുന്നിട്ട് സ്വർഗവും വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അദാ മസ്ജിദുൻ നബവിയുടെ മുകളിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ വെളിയിൽ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? അങ്ങയാരാണ് വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകൾ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, ഇന്നലെ ഞാൻ നരകം കണ്ടു മോളെ. നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജനതയെ കണ്ടു മോളെ. അവര് നരകത്തിൽ കടന്ന് വിളിക്കുകയാണ് മോളെ. അവരുടെ തലയുണ്ടല്ലോ പന്നിയുടെ തല പോലെ ഇരിക്കുന്നു, അവരുടെ ഉടലുകളുണ്ടല്ലോ കഴുതയുടെ ഉടല് പോലെ ഇരിക്കുന്നു. അവർ നരകത്തിൽ കിടന്നിട്ട് വിളിച്ചു കൂവുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു മോളെ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തീരുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് പറഞ്ഞു തീരുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകള് ഫാത്തിമ ചോദിക്കുകയാണ്, ഉപ്പാ, പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ആ വൃത്തികെട്ടവരാരാണ് ഉപ്പാ? അവരെന്ത് പാപമാ ചെയ്തതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നുമകള് ഫാത്തിമ ബീവി ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, അവരാരാണെന്നറിയുമോ? ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ കള്ളം പറഞ്ഞവരാണ് മോളെ. അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമായിരിക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ.
അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മനുഷ്യനാണ്, കള്ളം പറയും. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാ, കള്ളം പറഞ്ഞു പോകും. പക്ഷെ കള്ളം പറയുമ്പോ ആ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കുമ്പോ തൗബ ചെയ്യാനുള്ള മനസ്സെങ്കിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ റബീയ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം അള്ളാഹുവിന്റെ പ്രവാചകനോട് റബീയ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയെ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ നടക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് നബിയെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, റബിയ വഔഫൂ ഇദാ വഅത്തും, ഏ റബിയ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കല്ലേ റബിയ. രണ്ടാമത്തെ കണ്ടീഷൻ വാക്കു പറഞ്ഞാൽ പാലിക്കണം. വാക്കു പറഞ്ഞാൽ പാലിക്കണം. നമ്മൾ ഏത് വാക്കാ പാലിച്ചിട്ടുള്ള? ചുമ്മാ ആള് കൂടുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട്, സാധാരണ ഇപ്പൊ തൃശ്ശൂര് കുന്നംകുളത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ 6666 രൂപ എല്ലാരും ചാടി എഴുന്നേറ്റ് കുറെ പേര് പറഞ്ഞു. സംഘാടകര് വീട്ടിൽ പോയപ്പോ ഉമ്മ പറയാ, മോൾ അറിയാതെ പറഞ്ഞാണ്. നമ്മള് ആള് കൂടുമ്പോ എല്ലാരും പറയും, പക്ഷെ അവസ്ഥനെ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് മാറുക. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏത് കരാറാ നമ്മൾ പാലിച്ചിട്ടുള്ളത്? നാട്ടുകാരോട് ചെയ്തൊക്കെ പോട്ടും, അള്ളാരോട് കരാറ് ചെയ്തവരല്ല. ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ വാപ്പയാണല്ലോ ആദം നബിയും ഹവ്വാ ബീവിയും. ഇവര് രണ്ടുപേരെയും പടച്ചവൻ സൃഷ്ടിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയോടും അള്ളാഹ് പറഞ്ഞു, ഖുർആൻ പറയുന്നു, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്നാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദം നബിയോട് അല്ലാഹ് പറഞ്ഞു, ആദമേ, ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ഇതിനകത്ത് കടന്ന് നീയും നിന്റെ ഭാര്യയും എന്തു വേണമെങ്കിലും ചെയ്തോ, എന്തു വേണമെങ്കിലും തിന്നോ, എന്തു വേണമെങ്കിലും കാണിച്ചോ, പക്ഷേ ലാ തഖറബാ ഹാദിഹി ശജറ, ആ കാണുന്ന മരത്തിന്റെ അടുത്ത് പോകല്ലേ ആദമേ. ആദം നബി അലൈഹി സ്വലാമും തന്റെ ഭാര്യയും കൂടെ പോയി രണ്ടിനെയും പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. എങ്ങനെ പുറത്താക്കി? ഉടുതുണി പോലും പടച്ചവൻ കൊടുത്തില്ല. തുണി പോലും, സ്വർഗത്തിലെ വസ്ത്രം പോലും കൊടുക്കാതെ രണ്ടിനെയും പുറത്താക്കി. നമ്മുടെ വാപ്പാനെ ഉമ്മാനെ എന്തിന്? ഒറ്റ കരാറ് ലംഘിച്ചതിന്റെ പേരിൽ. ഒരു മരത്തിന്റെ അടുത്ത് പോകല്ലെന്നാ പറഞ്ഞു. ഇവിടെ അല്ല നമ്മളെ വിളിച്ചിട്ട് ചോദിച്ച്, ഞാൻ ആരാടാ? ആലമുൽ അർവാഹിൽ അല്ലാ, നീ ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളെ ദുനിയാവി വിട്ടുപോയ മറിച്ചു കളയാ, നിസ്കാരം, ദുആ, ദിക്ർ, ഖുർആൻ, അല്ലാ എന്നെ തങ്ങളെ പോലെ ജീവിക്കാൻ പഠിച്ചു ഒന്ന് വിട്ടേക്കാൻ. കടുവാപ്പള്ളി വന്നിട്ടോ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്ത് നിൽക്കുവോ? ഇവൻ പള്ളിക്കകത്ത് നിൽക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ ശൈത്താൻ ഓടുന്ന പോലെ ഇറങ്ങി വെളിയിലോട്ട് അങ്ങ് പോകും. നിസ്കാരം കഴിയുമ്പോ പിന്നെ കയറി. ഇതിനകത്ത് നിന്നാലും നിസ്കരിക്കാത്തവരുണ്ട്. പള്ളിക്കകത്ത് നിന്നിട്ട് പോലും നിസ്കരിക്കാത്ത എത്ര മുസ്ലിമീങ്ങൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്ക്. ഞാൻ ചോദിക്കാം ഇവരോടൊക്കെ, എങ്ങനെ ഈ ബസ്സും ലോറിയും വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്ന ഈ ഹൈവേയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ തോന്നുന്നു? പാണ്ടി ലോറി നെഞ്ചത്തോടെ കയറി ഇറങ്ങത്തില്ലേ? അള്ളാന്റെ പള്ളിക്കകത്ത് നിന്നിട്ട് നിസ്കരിക്കാത്തവർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റോഡിൽ ഇറങ്ങി നടക്കരുത്. ഞാൻ പറയാ, വളരെ സ്നേഹത്തോടെ പറയാം, പാണ്ടിലോറിക്ക് അറിയത്തില്ലല്ലോ നീ ഇവിടുത്തെ വലിയ മഹാനാണ്. കാരണം നിന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. കാരണം എന്ത്? നീ എന്താ ചെയ്യണം? നിന്റെ ജീവിതത്തിൽ ഒരു നേരമെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? നിസ്കാരമോ ഇബാദത്തോ നിന്റെ ജീവിതത്തിലില്ല. പിന്നെ എന്തിനാ പടച്ചവൻ നിന്നോട് കരുണ കാണിക്കണേ? ഇത്രയും നാളും നിന്നോട് കരുണ കാണിച്ചതിന് നീ പോയി അള്ളാഹിനെ സ്തുതിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് പാഞ്ഞു പോവുക. ട്രാൻസ്പോർട്ടിന് അടിയിൽ നിന്ന് ഇവനിങ്ങനെ അങ്ങോട്ട് വണ്ടി വെട്ടിച്ചിട്ട് പോകുമ്പോ ഓനോട് ചോദിച്ചാൽ പറയും, ഞാൻ വെട്ടിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടെ. ഇവൻ പറയണത് ഞാൻ വെട്ടിച്ചത് കൊണ്ടാണ്. എന്റെ പൊന്നുമോനെ, നീ വെട്ടിച്ചത് കൊണ്ടൊന്നുമില്ല. നിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ സുബഹി നിസ്കരിച്ചിട്ട് സുജൂദി കടന്നിട്ട് കരയാ, അള്ളാഹുവേ ഒരെണ്ണേ ഉള്ളൂ, അവൻ റോഡിൽ പോവാ, ഒന്ന് നോക്കിക്കോണേ. എടാ, ഇത് കൊണ്ടാ നീ രക്ഷപ്പെട്ടു പോണേ. പക്ഷെ അല്ല എന്നും ഇതൊന്നും കേൾക്കത്തില്ല. കാരണം നീ അങ്ങനെയല്ലേ ചെയ്യും. എന്നും പടച്ചവനൊന്നും കേൾക്കൂല. തരുമ്പോ 8ന്റെ പണിയെ തരത്തുള്ളൂ. നട്ടല് ഒടിഞ്ഞിട്ട് വീട്ടിൽ പിന്നെ ബെഡിന്റെ മൊത്തം ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്ന പോലെ കിടക്കാനേ പറ്റും. ആ സമയത്ത് ഇവൻ പറയണ എന്താണെന്നറിയാവോ? ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ കടുവാപ്പള്ളിയിൽ പോയി സുബഹി നിസ്കരിക്കാൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇങ്ങനെ വരുന്ന വഴി നോക്കുമ്പോ നബിദിനാണല്ലോ.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇങ്ങനെ വരുമ്പോ ഇപ്പൊ നബിദിനമൊക്കെ മാറി. പണ്ടൊക്കെ ഫ്ലെക്സി ബോർഡ് വെച്ചിട്ട് നബിദിനാശംസകൾ KMYF അല്ലെങ്കിൽ ഇങ്ങനെ സംഘടനകളൊക്കെ പേരാ. ഇപ്പൊ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ഥലത്ത് മമ്മൂട്ടിയുടെ മോന്റെ ഫോട്ടോ, ആൾക്കാരുള്ള ആ മമ്മൂട്ടിയുടെ മോന്റെ പേര് എഴുതിയിട്ട് താഴെ നബിദിനാശംസകൾ. എന്റെ ചെറുപ്പക്കാര് മാറി. എന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഫാൻസുകാരൊക്കെ നബിദിനാശംസകൾ ഫ്ലെക്സിയുടെ ബോർഡിൽ മമ്മൂട്ടി നിൽക്കുന്ന ഫോട്ടോ, അതിന്റെ താഴെ നബിദിനാശംസകൾ പച്ചയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം എന്റെ സമുദായം. പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വെള്ളിയാഴ്ച ദിവസം വാപ്പ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇവൻ പോകും. ഇവൻ രാവിലെ കുളിച്ചെടുക്കുമ്പോ വാപ്പ വിചാരിക്കും പള്ളിയിൽ പോവാൻ. വാപ്പ വിചാരിക്കും അല്ല കടുവാപ്പള്ളി പോവായിരിക്കും മോൻ തഹജ്ജുദ് പിന്നെ ജുമാ നിസ്കരിക്കാൻ. ഇവൻ രാവിലെ എഴുന്നേറ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബൈക്ക് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് ആറ്റിങ്ങ പോകും. ട്രിംസിലോ അല്ല വല്ല ഗൗരിയിലോ എവിടെയെങ്കിലും പോയിട്ട് അവിടെ അവന്റെ ജുമാ അവിടെ പോകുമ്പോ രാവിലെ അവന്റെ വാപ്പാടെ ഫ്ലെക്സി ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. ചെറുപ്പക്കാരെല്ലാം കൂടെ വലിഞ്ഞങ്ങ് കയറും അതിന്റെ മുകളിലോട്ട്. വലിയ ഫ്ലെക്സി ബോർഡിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ട് മാലയൊക്കെ ഇട്ടിട്ട്